ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ വാഹനത്തിന് എന്തെങ്കിലും ഫൈനുകൾ നിലവിൽ ചലാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്കിതൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്കൊരു ഗുണമായിട്ടൊരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് പരിവാഹൻ ചലാൻ പേയ്മെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. പരിവാഹൻ ചലാൻ പേയ്മെൻറ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഈ ചലാൻ പരിവാഹൻ gov.in എന്ന് പറയുന്നൊരു സൈറ്റ് കിട്ടും. ആ സൈറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. അപ്പോൾ നിങ്ങളിവിടെ പേ ഓൺലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആ പേ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട പേജ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വാഹനങ്ങളുടെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ള ചലാൻ വെച്ചിട്ട് കൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. വാഹനത്തിൻ്റെ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് സെർച്ച് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫൈൻ അടിച്ചിട്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വെഹിക്കിൾ നമ്പറിൻ്റെ മുകളിൽ ജസ്റ്റ് ടിക്ക് ചെയ്യുക. then നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ അടിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ നമ്പർ അടിച്ചു. ഡേറ്റ് ഡീറ്റെയിൽ കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ താഴത്ത് അതിൻ്റെ എത്രയാണോ ഫൈൻ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഓൺലൈനിൽ അടയ്ക്കാം. നിങ്ങൾക്കിവിടെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഇത് പേയ്മെൻറ്റ് അടയ്ക്കാം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചലാൻ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മന്തൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോലീസ് സ്റ്റേഷനാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏത് RTO ആണോ, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണോ നിങ്ങൾക്ക് ഈ ഫൈൻ അടിച്ചതെങ്കിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സമീപിക്കുകയാണെങ്കിൽ അവിടുന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാനുള്ള സാഹചര്യമുണ്ട്. അതായത് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ദിവസം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും അടയ്ക്കാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വേറൊരു ഇൻഫർമേഷൻ കൂടി പറയാം. നമ്മളിത് ഓൺലൈനിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% പിന്നെ ഇതൊരു ഫർദർ പ്രൊസീഡിങ്സിലേക്ക് പോവില്ല. അല്ലെങ്കിൽ ഇത് നേരെ കോർട്ടിലേക്ക് പോകും. കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് നമ്മളുടെ ഫൈൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആരാണോ ഫൈൻ അടിച്ച് അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പോയി നേരിട്ട് കണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടതിന് ശേഷം നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ആരൊക്കെ വാഹനത്തിന് എത്തരത്തിൽ ഫൈൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.